നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യജീവന് ദോഷകരമാകുന്നത് എന്നും ചർച്ച ചെയ്ത് പിന്നീട് വിസ്മൃതിയിൽ ആകാറുണ്ട്. നാട്ടിൽ എത്തുന്ന കാട്ടുപന്നികളും കടുവയും ആനകളും മനുഷ്യരെ കൊല്ലുന്നത് ഒരു തുടർ സംഭവമായിരിക്കുകയാണ്. വന്യജീവി സംരക്ഷണം ആവശ്യമാണ്, എങ്കിലും അതൊരു പരിധി വിട്ടു പോകുന്നു എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഈ ഒരു മാസമായി എത്ര കുഞ്ഞുങ്ങളാണ് പാമ്പ് കടിയേറ്റ് മരിച്ചതെന്ന് ചിന്തിക്കണം. മനുഷ്യന് എക്കാലവും പേടിയുള്ള ഒരു ജീവിയാണ് പാമ്പ്. പാമ്പുകളിൽ തന്നെ മനുഷ്യന് ഭയക്കേണ്ടാത്ത ചില ചേര പോലെയുള്ള പാമ്പുകളുണ്ട്. എന്നാൽ മൂർഖൻ, അണലി, മോതിരവളയൻ, രാജവെമ്പാല തുടങ്ങിയ പാമ്പുകൾ ജനവാസ മേഖലയിൽ തന്നെ ജീവിക്കുകയും അത് മനുഷ്യന് ഭീഷണിയാവുകയും ചെയ്യുന്നു. ഒരു പ്രസവത്തിൽ അല്ലെങ്കിൽ ഒരു തവണ മുട്ട വിരിയുമ്പോൾ തന്നെ നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് ഇവയ്ക്ക് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ ഇവയെ എവിടെയും കാണപ്പെടുവാനുള്ള സാഹചര്യമാണ് ഉള്ളത്. പാമ്പുകളെ കൊല്ലുവാൻ കഴിയില്ല എന്ന നിയമമാണ് നിലവിൽ ഉള്ളത്. ഇവയെ കണ്ടെത്തിയാൽ സർപ്പ ആപ്പ് മുഖേന വന്യജീവി വകുപ്പിനെ വിവരം അറിയിച്ചാൽ അവർ പാമ്പിനെ പിടിക്കുകയും തുടർന്ന് വനത്തിൽ കൊണ്ടുപോയി തുറന്നു വിടുകയും ചെയ്യും. ഈ ചെയ്യുന്ന കാര്യത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികത ഉണ്ട് എന്ന് ചിന്തിക്കാത്തവർ കുറവാണ്. വേനൽ ചൂട് കൂടിയതോടെ മാളത്തിലിരിക്കുവാൻ കഴിയാത്ത ഇവ വ്യാപകമായി ഇറങ്ങി നടക്കുന്നു. പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ വാർത്തകൾ കൊണ്ട് ഓരോ ദിവസവും പത്രവാർത്തകൾ നിറയുകയാണ്. എന്നാൽ ഇവയെ നിയന്ത്രിക്കാനായി നിയമങ്ങളിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് ആളുകളുടെ അഭിപ്രായം. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നത് മൃഗങ്ങൾക്കും ഉരുകങ്ങൾക്കുമല്ല, മനുഷ്യനാണ്. സാമൂഹ്യ വ്യവസ്ഥകളും നിയമങ്ങളുമെല്ലാം ഇപ്പോൾ മനുഷ്യ ജീവിതത്തിന് എതിരായി മാറിയിരിക്കുന്നു. ഇതേസമയം മറുഭാഗത്ത് വന്യജീവികളുടെ എണ്ണം ക്രമേണ വർദ്ധിക്കുന്നു. വന്യജീവി ആക്രമണം കൊണ്ടും പാമ്പ് കടിയേറ്റും നിരവധി മനുഷ്യജീവനുകൾ പൊലിയുമ്പോൾ മനുഷ്യന് വേണ്ടി സംസാരിക്കുവാൻ നമ്മൾ ചില മനുഷ്യർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നോർത്ത് ചില മാറ്റങ്ങൾക്കായി മുന്നോട്ട് നീങ്ങുക.